സ്നേഹത്താൽ എന്നെ അവൻ സ്നേഹിച്ചു. അളവില്ലാത്ത തൻ കരുണയാൽ നീക്കിയെന്ന ശുദ്ധിയെല്ലാം. യേശുവേ പ്രാണനാഥ, നിന്നോടു ചേരുന്നതെനിക്കു ലാഭം. യേശുവേ പ്രാണനാഥ, നിന്നോടു ചേരുന്നതെനിക്കു ലാഭം. ഹല്ലേലൂയ്യ പാടിടും ഞാൻ. ശോഭിത നഗരത്തെ കാണുന്നിതാ. യോർദാനെ ഭയപ്പെടുമോ ഇനി? കാണുന്നേശുവേ മറുകരയിൽ. യോർദാനെ ഭയപ്പെടുമോ ഇനി? കാണുന്നേശുവേ മറുകരയിൽ. വരുവാനുള്ള മഹിമ ഓർക്കുന്നടിയാൻ അകറ്റുമെന്നാമയം പൂർണ്ണമായി. ആനന്ദമേ എനിക്ക് വരുവാനുള്ള മഹിമ ഓർക്കുന്നടിയാൻ അകറ്റുമെന്നാമയം പൂർണ്ണമായി. ആനന്ദമേ എനിക്ക്. യേശുവേ പ്രാണനാഥ, നിന്നോടു ചേരുന്നതെനിക്കു ലാഭം. യേശുവേ പ്രാണനാഥ, നിന്നോടു ചേരുന്നതെനിക്കു ലാഭം. ഹല്ലേലൂയ്യ പാടിടും ഞാൻ. ശോഭിത നഗരത്തെ കാണുന്നിതാ. യോർദാനെ ഭയപ്പെടുമോ ഇനി? കാണുന്നേശുവേ മറുകരയിൽ. യോർദാനെ ഭയപ്പെടുമോ ഇനി? കാണുന്നേശുവേ മറുകരയിൽ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. കൃപയാൽ നമുക്ക് ഇന്ന് ദൈവസന്നിധിയിൽ മുട്ടുകളെ മടക്കുവാനും നമുക്ക് വിശേഷാൽ തോപ്പുംപടി സഭയ്ക്കും അതുപോലെ ചെല്ലാന സഭയ്ക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് ഇടയാക്കി തീർത്തു. എന്നാൽ ചെല്ലാന സഭയ്ക്ക് വേണ്ടി വിശദമായിട്ട് നമ്മൾ അടുത്ത ദിവസം വേർതിരിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവം പ്രാർത്ഥിക്കാനുള്ള സമയം ധാരാളം തരുന്നുണ്ട്. ഉള്ള സമയം പാഴാക്കി കളയാതെ കർത്താവ് തരുന്ന സമയത്തെ വിശ്വസ്തമായിട്ട് ചെലവഴിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ അധ്വാനിപ്പാൻ, ശുശ്രൂഷയിൽ അധ്വാനിപ്പാൻ, ദൈവവചനത്തിൽ അധ്വാനിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. നാം കർത്താവിൻ്റെ സഭയെക്കുറിച്ചുള്ള ആലോചന ദൈവത്തിൻ്റെ ആത്മാവിനാൽ ചില സൂചനകളായിട്ട് ലഭിക്കാനിടയായി തീർന്നു. അത് നാം ഏറ്റെടുത്തുകൊണ്ട് ജാഗ്രതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അതിനുവേണ്ട വിടുതൽ എവിടെയാണ് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സങ്ങൾ കിടക്കുന്നതെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കുമ്പോൾ കാര്യങ്ങൾ ദൈവഹിതപ്രകാരം ക്രമീകരിക്കപ്പെടുകയും അനുഗ്രഹങ്ങൾക്ക് തടസ്സം നീങ്ങിയാൽ പിന്നെ അനുഗ്രഹങ്ങളുടെ കൂട്ടമാണ് പിന്നെ ജീവിതം. ദൈവത്തിൻ്റെ വചനത്തിൽ നാം കേട്ടുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ ശക്തി അത് മഹാശക്തിയാണ്. കർത്താവ് ഈ ലോകത്തിൽ നിന്ന് തൻ്റെ ജനത്തെ വേർതിരിക്കുന്ന വിധം അത് വലുതാണ്. കാരണം
അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളെ അറിയിച്ചത് നിർമ്മിത കഥകളെ ആധാരമാക്കിയിട്ടല്ല, പിന്നെയോ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ കേൾക്കുന്ന വാർത്തകളും പറയുന്ന വാക്കുകളും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് എന്ന് ചിന്ത വരും. ചിലർ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കും, ചിലർ നേരായ വാർത്തകൾ പ്രചരിപ്പിക്കും. എന്നാൽ യഥാർത്ഥത്തിലുള്ള സാക്ഷ്യം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പത്രോസ് പറയുന്നതുപോലെ നിർമ്മിത കഥയായിരിക്കരുത് ആധാരം, പിന്നെയോ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. ദൈവത്തിൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. അവിടെ നിന്നാണ് മനുഷ്യനെ രക്ഷയ്ക്ക് വേണ്ടി ഉതകുന്ന വചനം ഉത്ഭവിക്കുന്നത്. കർത്താവിൻ്റെ വചനത്തിൽ 106 സങ്കീർത്തനം 7-8 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്. 106 സങ്കീർത്തനത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ നമ്മൾ കാണുകയാണ്. വാക്യം ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും. കർത്താവിന് സ്തോത്രം. അതായത് ഇസ്രായേലിലെ ജനം മിസ്രയീമിൽ വെച്ച് ദൈവം അവർക്ക് പ്രത്യക്ഷനായി അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാനായി കർത്താവ് വന്നിരിക്കുകയാണ്. അങ്ങനെ കർത്താവ് വന്നിരിക്കുമ്പോൾ അവർക്ക് കൊടുത്ത വാക്കാണ്, നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദത്തം ചെയ്തിട്ടുള്ള കനാൻ ദേശം അവകാശമാക്കി തരുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ നിലവിളി ഞാൻ കേട്ടു, ഞാൻ കണ്ടു. അത് ദൈവം പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി ഇറങ്ങി വന്നിരിക്കുക. ആ ഇറങ്ങി വന്നപ്പോൾ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ തുടക്കം മുതലേ ഫറവോൻ്റെ അടുക്കൽ മോശയെ പറഞ്ഞു വിടുന്നതും മോശ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നതും തുടർന്നുള്ള അനുഭവങ്ങളൊക്കെയും ഇസ്രായേൽ മക്കൾ നേരിട്ട് കണ്ടതാണ്. ഇസ്രായേൽ മക്കൾ അതൊക്കെയും തങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു, തങ്ങളുടെ ജീവിതം കൊണ്ട് അനുഭവിച്ചതാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഇവരെ വിടുവിച്ചു കൊണ്ടുപോയി ചെങ്കടലിനെ വിഭാഗിക്കുന്ന സമയത്തിന് മുൻപ്, അന്ന് ചെങ്കടലിനെ വിഭാഗിക്കുമെന്നുള്ള ചിന്തയൊന്നും ഇവർക്കില്ല. ചെന്നു കഴിഞ്ഞപ്പോൾ കടൽ കാണുകയാണ്. തൊട്ടു പിൻപിൽ ഫറവോനും സൈന്യവും അവരെ ആക്രമിക്കാനും പിടിച്ചടക്കുവാനും അടിമകളാക്കാനും അവരെ പിന്തുടരുകയാണ്. രണ്ടും നോക്കി അവർ നോക്കുമ്പോൾ മുൻപിൽ ചെങ്കടൽ, പിൻപിൽ ഫറവോനും സൈന്യവും. തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവർ ചിന്തിച്ച് വേദനപ്പെട്ട് നിലവിളിച്ചു. എന്നാൽ അല്പം മുമ്പ് ചില ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഇന്നുവരെയും കർത്താവ് വിടുവിച്ച വിധങ്ങളും കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും ഒന്ന് ചിന്തിച്ചാൽ മതി. അത്ര ഭയങ്കരമായ പ്രവർത്തനം ചെയ്യുവാൻ കഴിവുള്ളവനാണ് ദൈവം. അവന് ഒന്ന് ശത്രുവിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കുകയില്ല. അതൊരു ഉറച്ച തീരുമാനത്തോടുകൂടി വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ നിശ്ചയമായിട്ടും ഈ നന്മ, ഈ അതിശയം പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് നേരിട്ട് കാണാം. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നത് അവർ അത് വിശ്വസിക്കാതെ അവിടെ വെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പെറുപെറുത്തു, കലഹിച്ചു, മത്സരിച്ചു മുതലായിട്ടുള്ള കാര്യങ്ങൾ ഹൃദയം കാഠിന്യ നിമിത്തം അവർ ചെയ്തു. പക്ഷെ കർത്താവിനറിയാം, ഒരു കാര്യം അറിയാം, ദൈവം അത് സഹിച്ചു. ദൈവം അത് സഹിച്ച് ചെങ്കടലിനെ വിഭാഗിച്ച് അവരെ അക്കരെ കടത്തി, അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു, മാറായെ മധുരമാക്കി.
ഈന്തൽപ്പഴവും വെള്ളവും കൊടുത്തു, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു, സീനായ് മലയിൽ വെച്ച് ന്യായപ്രമാണം കൊടുത്തു, തുടർന്ന് കാടപ്പക്ഷി കൊടുത്തു, മന്ന കൊടുത്തു, എൻ്റെതെല്ലാം കൊടുത്തു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവത്തോട് 10 പ്രാവശ്യം മത്സരിച്ച, 10 പ്രാവശ്യം അവിശ്വാസം ദൈവത്തിന് മുമ്പാകെ വെളിപ്പെടുത്തിയ അവരുടെ ജീവിതം ദൈവം പറഞ്ഞു, ഈ ജനം കനാൻ ദേശത്തെത്തുകയില്ല. അത് ദൈവം ഉറപ്പിച്ചു പറഞ്ഞു, ഈ ജനം കനാൻ ദേശത്തെത്തുകയില്ല. അങ്ങനെ കർത്താവിൻ്റെ വാക്കിൻ പ്രകാരം കനാൻ ദേശത്ത് എത്തുന്നതിന് മുമ്പേ തന്നെ ആ ജനത്തെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. അവരവിടെ വീണ് മരിക്കാനിടയായി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു ചിന്ത, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ 10 വർഷങ്ങൾക്ക് മുമ്പ് മിസ്രൈമിൽ നിന്ന് ഈ ജനത്തെ പുറപ്പെടുവിച്ച് ഇത്രയേറെ അത്ഭുതങ്ങൾ ചെയ്തും ഈ ചെങ്കടലിനെ വിഭാഗിച്ചതും, പിന്നെ എന്തിനു വേണ്ടിയിട്ട് ഇത് ഇത്രയും എല്ലാം ചെയ്തത്? ദൈവം ചെയ്ത് മുഴുവനും പാഴായിപ്പോയോ? അവർക്ക് വേണ്ടി കർത്താവ് ചെയ്ത പ്രവൃത്തികൾ വലുതാണ്. മോശ എന്ന രക്ഷകനെ, വീണ്ടെടുപ്പുകാരനെ കൊണ്ടുവന്നത് അത്രമാത്രം സങ്കീർണമായ വഴികളിൽ കൂടിയാണ്. അങ്ങനെ കൊണ്ടുവന്ന മോശയും അവരോട് കൂടെ ഉണ്ടാവും ജനവും എല്ലാം ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്ത് കർത്താവ് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ മരുഭൂമിയിലൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. കാരണം കാലേബും യോശുവ ഒഴികെ, യോശുവ അന്ന് യൗവന ചെറുപ്പക്കാരനായിരുന്നു, കാലേബും യോശുവ ഒഴികെ ബാക്കി ഒരാൾ പോലും പ്രായപൂർത്തിയായവരിൽ യോർദാൻ കടന്നവർ വേറെ ആരുമില്ല. അവരുടെ ഒരു മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം മരുഭൂമിയിൽ പെട്ടുപോയി. അവരെങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് അവരെ ഉന്തിയിട്ട് കളഞ്ഞെന്നാണ്. ആ പാറ അവരെ ഉന്തിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്നാണ് വചനം പറഞ്ഞു. അവരെ മരുഭൂമിയിൽ ഉന്തിയിട്ട് കളഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിന്ന് ചിന്തിക്കുന്ന ചിന്ത, ഈ മരുഭൂമിയിൽ ഉന്തിയിട്ട് കളയാൻ, കനാൻ ദേശത്ത് എത്താതിരിക്കാൻ എന്തിനു വേണ്ടി കർത്താവ് ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്തു? അവിടെയാണ് കർത്താവ് ഇന്ന് നമുക്ക് തരുന്ന ആലോചന. നമ്മൾ 106-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം വായിച്ചു. എന്ത് വായിച്ചു? ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും, അത്ഭുതം, അതായത് അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെ, അതായത് ദൈവത്തിൻ്റെ വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരു മനുഷ്യനെ എത്ര അത്ഭുതം കർത്താവ് കാണിച്ചാലും, എത്ര അത്ഭുതങ്ങൾ കാണിച്ചാലും ആ അത്ഭുതം ഗ്രഹിക്കുന്നവരുണ്ട്, ഗ്രഹിക്കാത്തവരുണ്ട്. അത് ഈ അന്ത്യകാലത്ത് കർത്താവ് മനുഷ്യരെ വേർതിരിക്കാൻ വെച്ചിരിക്കുന്ന ഒരു മാർഗവും കൂടിയാണ്. കർത്താവ് അത്ഭുതം മുഖാന്തരം ഭക്ഷണം കഴിക്കാനായിട്ട് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. വലിയ അത്ഭുതങ്ങളെല്ലാം ചെയ്തു. ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്തു, വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു പോയി. ദൈവം ആഗ്രഹിക്കുന്നത് എന്ത്? അവരാഗ്രഹിക്കുന്നുണ്ട്. അവർ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചു. ദൈവമോ? ദൈവത്തിന് ഇത് കഴിയുമെന്നുള്ളത് അവർ മനസ്സിലാക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല. അത് ഇന്നും നടക്കുന്ന കാര്യമാണ്. ലോകത്തിൽ മാനവരാശി മുഴുവനും അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഓട്ടം മുഴുവൻ, അടയാളങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടം. ഒരടയാളമല്ല, 1000 അടയാളം കണ്ടാൽ അത് മനസ്സിലാക്കുമോ? ഇല്ല, മനസ്സിലാക്കില്ല. കാരണം എത്ര ദൈവം കാണാത്ത ഒരു ജനത്തിൻ്റെ, ദൈവം മുൻകണ്ടിട്ടില്ലാത്ത ഒരു ജനത്തിൻ്റെ പ്രത്യേകതയാണ്. എത്ര കണ്ടാലും അവർ പഠിക്കില്ല, എത്ര കണ്ടാലും അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല. എന്നാൽ ദൈവത്തിൻ്റെ ജനം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ജനം എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്ന് മറക്കരുത്. ഒരു ഉപകാരം, ദൈവം ചെയ്തിട്ടുള്ള ഒരു ഉപകാരം പോലും ആയുഷ്കാലത്ത് മറന്നു പോകാത്തവരാണ് ദൈവമക്കൾ. അവരുടെ ആയുഷ്കാലം മുഴുവനും അത് ഓർമ്മയായിരിക്കും.
ഒരു ഓർമ്മയിൽ നിന്ന് അതൊരിക്കലും പോവില്ല. നമ്മൾ മഗ്ദലന മറിയയുടെ ഓർമ്മയെക്കുറിച്ച് ഓർമ്മ നമുക്കറിയാം. 7 ഭൂതങ്ങൾ ബാധിച്ചിരുന്ന ഒരു സ്ത്രീയാണ് മഗ്ദലന മറിയം. ആ മഗ്ദലന മറിയം കർത്താവ് ചെയ്ത ഉപകാരം തൻ്റെ ജീവിതത്തിൽ മറന്നില്ല എന്ന് മാത്രമല്ല, കർത്താവ് മരിച്ചെന്നറിഞ്ഞു തൻ്റെ ദൃഷ്ടിയിൽ തൻ്റെ മുമ്പിൽ വെച്ച് ശവടക്കി കല്ലറയ്ക്കൽ കല്ലുരുട്ടി വെച്ചു, മരിച്ചെന്ന് ഉറപ്പായി. പക്ഷേ ഇതൊന്നും അവളുടെ ഓർമ്മയ്ക്കൊരു തടസ്സം വരുത്തിയില്ല. ഇപ്പോഴും അവൻ മരിച്ചെന്നുള്ളത് യാഥാർത്ഥ്യമായി കണ്ടിട്ടും അവളുടെ ഹൃദയത്തിൽ കർത്താവ് മരിച്ചിട്ടില്ല. അവളുടെ ഹൃദയത്തിൽ ഇപ്പോഴും യേശു കർത്താവ് തന്നെയാണ്. അവളാ രാത്രി ആ വെളുപ്പിന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇരുട്ടുള്ളപ്പോൾ തന്നെ ആ കല്ലറയിൽ ചെന്ന് നോക്കി. ശിഷ്യന്മാരെല്ലാം നോക്കിയതിന് ശേഷം അവൾ പോയില്ല. അവള് കർത്താവിനെ കണ്ട ശേഷം മാത്രമേ പോയുള്ളൂ. അവൾക്ക് സുവിശേഷം, ഈ മാനവരാശിയുടെ രക്ഷയ്ക്കുള്ള സുവിശേഷം കർത്താവ് ആദ്യമായിട്ട് ഏൽപ്പിച്ചു. അവളാണ് ആദ്യം സുവിശേഷം അറിയിച്ചവൾ. ആദ്യം സുവിശേഷം പറഞ്ഞു വിട്ടത് പ്രാപിച്ച ഹൃദയമാണത്. ആദ്യം സുവിശേഷം പറഞ്ഞ വായാണത്. ക്രിസ്തു യേശു മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റു. മാനവരാശിയുടെ രക്ഷയ്ക്കുള്ള ആധാരം അത് അവളാണ് ലഭിച്ചത്. അതാണ് പ്രത്യേകത. എന്താണ്? അത്ഭുതങ്ങൾ ഗ്രഹിച്ചവരുടെയും ഗ്രഹിക്കാത്തവരുടെയും പ്രത്യേകത അതാണ്. അത്ഭുതങ്ങൾ ഗ്രഹിച്ചവന് നിശ്ചയമായിട്ടും അത്ഭുതങ്ങൾ ഗ്രഹിച്ചവന് ആ ഗ്രഹിച്ചത് അവൻ്റെ ഓർമ്മയിൽ നിന്ന് പോവുകയില്ല. മാത്രമല്ല ആ ഓർമ്മ അവനെ നിത്യമായ ഒരവകാശത്തിൽ കൊണ്ടുപോയി എത്തിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്നാൽ ഇസ്രായേൽ ജനം അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരൊറ്റയാൾ പോലും ഇത് ഗ്രഹിച്ചില്ല. ഈ വെള്ളത്തെ രക്തമാക്കിയതും തവള കൊണ്ട് ബാധിച്ചതും പേനും നയിച്ചയും വന്നതും വ്രണങ്ങളാൽ നിറഞ്ഞതും ഇങ്ങനെയുള്ള ഒരു കാര്യവും, കൽമഴ പെയ്തു, ഇതെല്ലാം കണ്ടു, എല്ലാം അനുഭവിച്ചു. ഇതൊക്കെ ശരി തന്നെയാണ്. ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളൊക്കെ ഗ്രഹിച്ചു. പക്ഷേ അത് ഗ്രഹിച്ചില്ല. അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല. നമ്മളിവിടെ ചിന്തിക്കുന്ന ചിന്ത, പിന്നെ എന്തിന് കർത്താവ് അത് ചെയ്തു? പിന്നെ എന്തിന് ഇവർക്ക് വേണ്ടി ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തു? അതൊന്ന് വായിച്ചേ. ഇവര് വിശ്വസിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്താണ്? തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തണം. ശക്തി അല്ല എഴുതിയേക്കണേ, മഹാശക്തി വെളിപ്പെടുത്തണം. തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തണം. ഒരു വലിയ സദസ്സ് നടക്കുക, ഒരു വലിയ മീറ്റിംഗ്, ഒരു സ്ഥലത്ത് ആൾക്കൂട്ടമാണ്. ഒരു വലിയൊരു പ്രമുഖന്മാരുടെ സദസ്സാണ്. അതായത് സമ്പന്നന്മാരുടെ അവർ മുമ്പിൽ ഗുസ്തി നടക്കുക. ഗോത തയ്യാറാക്കി നിർത്തിയതിന് ശേഷം അതിൽ ഗുസ്തി നടക്കുക. അപ്പോൾ എല്ലാവരും ചുറ്റും സദസ്സുകളെല്ലാം ഇരിപ്പുണ്ട്. ഒരുത്തൻ സകല അഭ്യാസവും തികഞ്ഞവൻ അവിടെ വന്ന് അതിൽ നിന്ന് ചുറ്റും നോക്കുകയാണ്. ചുറ്റും നോക്കി ആരുമില്ല. അവനോട് കിടപിടിക്കാനോ അവനോട് എന്താണെന്ന് ചോദിക്കാനോ നേരിട്ട് നിന്നോട് സംസാരിക്കാനോ തക്ക രീതിയിൽ അവിടെ ആരുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു നാട്ടിൻ പ്രദേശത്ത് ജീവിക്കുന്ന ഒരുത്തൻ, അവനും ചില കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അവൻ നേരെ ഈ ഗോതയിലെ അടുക്കിലേക്ക് വന്നു. അവിടെ ഇരിക്കുന്ന പ്രമാണിമാരോട് അനുവാദം ചോദിച്ചു, ഞാനൊന്ന് നോക്കിക്കോട്ടെ. അയ്യോ, അവനോട് നോക്കാൻ നിന്നെ കൊണ്ടൊന്നും സാധിക്കില്ല. അല്ല, ഞാൻ നോക്കട്ടെ. അയ്യോ, കയ്യബദ്ധത്താൽ ഞാൻ മരിച്ചു പോയാൽ അത് അവിടെ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഇല്ല, അങ്ങനെ മരിക്കില്ല, നോക്കാം. ഒടുവിൽ എല്ലാവരും സമ്മതിച്ചു. ശരി, അവിടെ നിന്നു തമ്മിലുള്ള മൽപ്പിടുത്തം തുടങ്ങി. എല്ലാവരും വലിയൊരു പുരുഷാരം നിൽക്കെ അവർ മൽപ്പിടുത്തം തുടങ്ങി. ചില സമയങ്ങൾക്കുള്ളിൽ
ഈ വന്നവൻ ആരും ഗണ്യമാക്കാതിരിക്കുന്നവൻ ആ കൂടെ ആ വെല്ലുവിളിച്ചവനെ എടുത്ത് പുറത്തേക്ക് ഒരു ഏറെറിഞ്ഞു. എല്ലാവരും സ്തബ്ധമായി നിൽക്കുകയാണ്. എല്ലാവരും സ്തബ്ധമായി നിൽക്കുകയാണ്. ഞാൻ ഇവിടെ ഇത് ചിന്തിച്ചിട്ട് കാരണം, ഏത് ശക്തി ഒരാൾക്കുണ്ടെങ്കിലും അവന് ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എവിടെ വെച്ചാ? അതിന് വേണം ഒരു എതിരാളി വേണം, അല്ലെങ്കിൽ ഒരു എതിർശക്തി വേണം. ദൈവത്തിന് മഹാശക്തിയുണ്ട്. ദൈവത്തിന് മഹാശക്തിയുണ്ട്. ആ മഹാശക്തി തൻ്റെ ദാസന്മാർക്ക് കൊടുക്കും. അപ്പോൾ ദൈവത്തിന് മഹാശക്തി വെളിപ്പെടുത്തണമെങ്കിൽ ഒരു കൂട്ടം വേണം. അതിനുവേണ്ടി ദൈവം കൂട്ടിവരുത്തിയ ജനമാണ് ഇസ്രായേൽ ജനം. അത് തന്നെയാണ് ഇന്നത്തെ ഇസ്രായേൽ. ഇന്ന് ആത്മീയ ഇസ്രായേലും ദൈവത്തെ ജനവും അത് തന്നെയാണ്. അവരിൽ കൂടി തൻ്റെ ശക്തി വെളിപ്പെടുത്തും. അവരിൽ കൂടി തൻ്റെ ശക്തി വെളിപ്പെടുത്തും. അങ്ങനെ അവർ നിൽക്കുമ്പോൾ എതിരാളിയുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ ഒരുത്തൻ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കേണ്ടത്. ആരെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നത്? റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. ഇതിനായിട്ട് തന്നെ ഞാൻ നിർത്തിയിരിക്കുന്നു. ഇതിനായിട്ട് തന്നെ ഞാൻ തന്നെ നിർത്തിയിരിക്കുന്നു. ആരെ നിർത്തിയിരിക്കുന്നു? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരുത്തൻ ഗോദായിൽ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുക. ആരുണ്ട്? എന്നോട് വെല്ലുവിളിക്കാൻ ആരുണ്ട്? ഗോലിയാത്ത് വെല്ലുവിളിച്ചതുപോലെ ആരുണ്ട്? ധൈര്യമുള്ളവനും കഴിവുള്ളവനും കടന്നു വരണം, ഒരു കൈ നോക്കാം എന്നിങ്ങനെ അവൻ നിൽക്കുകയാണ്. കാരണം എന്താ? അവനങ്ങനെ നിൽക്കാൻ കാരണം എന്താ? അവനങ്ങനെ നിൽക്കാൻ കാരണം എന്താ? അതിന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, തൻ്റെ ജനത്തോട് ഉപായം പ്രയോഗിക്കേണ്ടതിന് അവൻ ഫറവോന്റെ ഹൃദയത്തെ മറിച്ചു കളഞ്ഞു. ഹൃദയം മറിഞ്ഞു പോയവനാ. അഹങ്കാരം. അവൻ നിന്ന് വെല്ലുവിളിക്കുക. അവൻ രാജസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് യഹോവയാ, ഞാൻ നിങ്ങളീ പറയുന്ന പോലെ യഹോവയെ മാനിക്കേണ്ടതിനും അവൻ്റെ വാക്ക് കേൾക്കേണ്ടതിനും യഹോവയാരാണ്? ഞാനാരാ? യഹോവയാരാ? അവൻ്റെ ചിന്താഗതികൾ അങ്ങനെ പോവുകയാണ്. അങ്ങനെ അവനെ നിർത്തിയിരിക്കുന്ന ദൈവമാണ്. ഇപ്പോഴും മനസ്സിലായില്ലേ? ഒരാളുടെ ശക്തി വെളിപ്പെടുത്തണമെങ്കിൽ, മഹാശക്തി വെളിപ്പെടുത്തണമെങ്കിൽ അതിനെതിരെ ഒരാൾ വേണം. അങ്ങനെ ഫറവോനെ നിർത്തിയിരിക്കാം. അതിനുശേഷം തൻ്റെ ജനത്തെ, തൻ്റെ ദാസനെ അങ്ങോട്ട് അയക്കുക. ഫറവോനെ കർത്താവ് നിർത്തിയതിനു ശേഷം മോശയുടെ വലം കൈക്കൽ തൻ്റെ മഹത്വമുള്ള ഭുജം ദൈവം ചെല്ലുമാറാക്കി. രണ്ടുപേരും തമ്മിൽ നോക്കുകയാണ്. തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി. അപ്പോൾ തന്നെ ഫറവോനെ നിർത്തിയിരിക്കുന്ന ആരാ? അതും ദൈവം തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ എൻ്റെ ശക്തി വെളിപ്പെടുത്തണം. സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ ഇന്ന് രണ്ട് കൂട്ടർ നിൽക്കാം. ഒന്ന് ഇസ്രായേലും ഒന്ന് ഫറവോനും സൈന്യവും. രണ്ടുപേരും നിർത്തിയിരിക്കുകയാണ്. പലർക്കും പല ഉദ്ദേശമാണ്. ദൈവജനത്തിന് ഒരു ഉദ്ദേശം, ഫറവോന് വേറൊരു ഉദ്ദേശം, കാഴ്ചക്കാർക്ക് വേറൊരു ഉദ്ദേശം. അങ്ങനെ പല ഉദ്ദേശങ്ങളാണ്. പക്ഷെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തണം. ശക്തിയല്ല, മഹാശക്തി വെളിപ്പെടുത്തണം. എന്തിനാ ഈ മഹാശക്തി വെളിപ്പെടുത്തുന്നത്? കർത്താവിൻ്റെ വചനം പറയുന്നത്, അവ കുഞ്ഞാടിൻ്റെ രക്തത്താലും എതിരാളിയായ സാത്താനെ ദൈവസഭ ജയിച്ച വിധം എഴുതിയിരിക്കുകയാണ്. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും ജയിച്ചു. സാക്ഷ്യം എന്ന് പറയുന്നത് ജയിക്കാനുള്ളതാണ്. സാക്ഷ്യവചനത്താൽ ജയിച്ചു. സാക്ഷ്യം എങ്ങനെയാണ്? അപ്പോസ്തലന്മാർ അവൻ ദൈവകൃപയ്ക്ക് മഹാശക്തിയോട് സാക്ഷ്യം പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മഹാശക്തി വെളിപ്പെടുത്തിയാൽ
അതിന് ദൃക്സാക്ഷിയായിട്ടുള്ളവനും അത് അനുഭവിക്കുന്നവനും അവൻ സാക്ഷീകരിച്ച് പ്രസംഗിക്കുമ്പോൾ അവൻ്റെ സാക്ഷി എങ്ങനെയുള്ളതാണ്? മഹാശക്തിയോട് സാക്ഷ്യം പറയാനുള്ളതാണ്. അതാ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്. ഞാൻ നിർമ്മിത കഥകളെ ആധാരമാക്കിയിട്ടല്ല, നിർമ്മിത കഥകളെ എന്തെങ്കിലും അവിടെ കഥ എഴുതിയതും അപ്പുറത്ത് ഊഹാപോഹങ്ങളും അങ്ങനെയുള്ളവൻ്റെയൊക്കെ വാക്ക് കേട്ട് നടക്കുന്നവരുണ്ട്. അങ്ങനെ എഴുതിയതല്ല ഇത്. മഹിമ കണ്ടതാണ്. മഹിമ എങ്ങനെ വന്നു? മഹാശക്തി വെളിപ്പെടുത്തിയത്. ആ മഹിമ കണ്ട സാക്ഷിയാണ്. എൻ്റെ സാക്ഷ്യത്തിന് മഹാശക്തിയുണ്ട്. ആ മഹാശക്തി എന്ന് പറയുന്നത് സാത്താനെ ജയിക്കാനുള്ളതാണ്. എതിര് നിൽക്കാൻ പറ്റില്ല. സാത്താൻ എത്രയേറെ ജയിച്ചു നിന്നാലും എത്രയേറെ ജനത്തെ കെട്ടിയിട്ടാലും അതിനെയൊക്കെ അതിജീവിപ്പാനും ആ കോട്ടകളൊക്കെ പൊളിച്ച് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിവുള്ളതാണ് മഹാശക്തി. കാരണം ഈ ലോകത്തിലുള്ളവൻ ശക്തനാണ്. ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറയുന്നത് സാത്താനാണ്. മുഴുവൻ ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുകയാണ്. അവനാണ് ലോകത്തെ ഭരിക്കുന്നത്, കീഴടക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ ഒരുവൻ നമ്മോടൊപ്പം ഉണ്ട്. അവൻ കർത്താവാണ്. അവന് ശക്തിയല്ല, മഹാശക്തിയാണ്. ഈ ലോകത്തെ ഭരിക്കുന്നവനും ലോകത്തെ കീഴടക്കി വെച്ചിരിക്കുന്നവനും ശക്തിയുണ്ട്. എന്നാൽ മഹാശക്തിയാണ് ഇവനുള്ളത്. അവൻ തന്നെ മഹാശക്തി വെളിപ്പെടുത്തിയാൽ ആ വെളിപ്പെടുന്ന കാര്യം പറയുന്നവൻ ആ മഹാശക്തിയോട് തന്നെ അത് വെളിപ്പെടുത്തുമ്പോൾ ഇവൻ്റെ കീഴിലുള്ളവരെ മുഴുവനും, സാത്താൻ്റെ കീഴിലുള്ളവരെ മുഴുവനും ആ കെട്ടുകളെല്ലാം തകർത്ത് ആ ബന്ധനങ്ങളെല്ലാം അഴിച്ച് കർത്താവിൻ്റെ പക്ഷക്കാരാക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ് ഈ സാക്ഷ്യവചനം. അത് നിർമ്മിത കഥകളെ ആധാരമാക്കിയിട്ടല്ല, പിന്നെയോ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. മഹിമ കണ്ടതാണ്. കാരണം മോശയിൽ കൂടിയും ഇസ്രായേൽ മക്കളിൽ കൂടിയും മോശ വടിയങ്ങ് നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായിട്ട് പിളർന്നു. എങ്ങനെ പിളർന്നു? ആ വടിയോടുകൂടി കർത്താവിൻ്റെ മഹത്വമുള്ള ഭുജമുണ്ടായിരുന്നു. ആ ഭുജത്തിൻ്റെ ശക്തി എന്ത്? ആ ഭുജത്തിൻ്റെ ശക്തിയാണ് മഹാശക്തി. ശക്തിയല്ല, മഹാശക്തി. ഇവിടെ ദൈവത്തിന് വചനത്തിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് മറന്നുപോയി. ഇത്രയേറെ മത്സരികൾക്ക് കർത്താവ് ഇത് വെളിപ്പെടുത്തിയതിനാ. ഇത് നേരിട്ട് കണ്ടതും അനുഭവിച്ചതുമായ ജനം മരുഭൂമിയിൽ പെട്ടു നശിച്ചുപോയി. പിന്നെ ഇവർക്ക് ഇത് വെളിപ്പെടുത്തിയതിനാ. അതിന് കർത്താവിൻ്റെ വചനം പറയുന്നത് യോശുവയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതൽ. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അതായത് 40 വർഷം കഴിഞ്ഞു. ഈ സംഭവം ഉണ്ടായിട്ട് 40 വർഷം കഴിഞ്ഞു. ചെങ്കടൽ വിഭാഗിച്ച് കഴിഞ്ഞ ശേഷം 40 വർഷം കഴിഞ്ഞു. ജനം യോർദാൻ കടന്നു കനാൻ ദേശത്തെത്തി. യോശുവ എരീഹോ കോട്ടയെ ഒറ്റുനോക്കുവാൻ ആളയച്ചു. അവിടെ ചെന്നപ്പോൾ രാഹാബ് എന്ന വേശ്യ അവരെ ഭവനത്തിൽ കൈക്കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറയുന്ന വാക്കാണ്. ആ വാക്ക് ഒന്നോട് വായിച്ച. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഒരു കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം, ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഒരുക്കി പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ, നിങ്ങൾ എവിടെ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ? മിസ്രയീമിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു വരുമ്പോൾ. അപ്പൊ എത്ര വർഷം മുൻപ്? 42 വർഷങ്ങൾക്ക് മുമ്പ്. 40-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ചെങ്കടലിനെ വിഭാഗിച്ച് ഇത് വെട്ടിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. ഈ വാർത്ത ഞങ്ങൾ എന്ത് ചെയ്തു? കാണുകയല്ലേ ഇത്? കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ
മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. കർത്താവ് സ്തോത്രം. അവൾ പറയാം, ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമാണ് ഏകസത്യ ദൈവം. അവൾ വിശ്വസിച്ചു. എരീഹോ കോട്ടയെ തകർത്ത് അവളെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു, ഇസ്രായേൽ ജനത്തിലേക്ക് ചേർത്തു. ഒരു കാര്യം നമ്മളിവിടെ ചിന്തിക്കുന്നത്, 40 വർഷം മുൻപ് കേട്ടത്, 40 വർഷം മുമ്പ് ചെങ്കടലിനെ വിഭാഗിച്ച സംഭവം രാഹാബ് കേട്ട് അവൾ വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞു. 40 വർഷം മുമ്പ് ഇത് അനുഭവിച്ചതും കണ്ടതുമായ ആ ഇസ്രായേലിയരോടെ പോയി, അവരോടെ പോയി മരുഭൂമിയിൽ പട്ടുപോയി. അവരെ നിർത്തി എന്തിനു വേണ്ടിയിട്ടാണ്? അവർ രക്ഷപ്പെടണം. കാരണം തൻ്റെ മഹാശക്തി അവിടെ കർത്താവ് വെളിപ്പെടുത്തിയപ്പോൾ ആദ്യം തന്നെ അന്തവും അറിയുന്ന ദൈവം ഒരു കാഴ്ച കണ്ടു. എന്താണ്? ഇന്ന് ഈ ചെങ്കടലിനെ മഹാശക്തി കൊണ്ട് വിഭാഗിച്ച് അതിൽ കൂടി കടന്നു പോകുന്ന ഒരൊറ്റ പ്രായപൂർത്തിയായവനും കാലേബൊഴികെ ഒരുത്തനും കനാൻ ദേശത്ത് ചെല്ലില്ല. ഇവരെല്ലാം മരുഭൂമിപ്പെട്ട് പോവുകയുള്ളൂ. പക്ഷേ ഈ മഹാശക്തി പ്രവർത്തിച്ചത് വാർത്തയായി തീർന്ന് കനാൻ ദേശത്തിരിക്കുന്ന ഒരുവളുണ്ട്. അവളിത് കേട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി വേർതിരിയും. അവൾ ഇസ്രായേലിൻ്റെ മധ്യത്തിലേക്ക് വന്ന് അവകാശം പ്രാപിക്കും. കാരണം അവൾ കർത്താവിൻ്റെ ദാസിയാണ്. മഹാശക്തി വെളിപ്പെടുത്തിയതെന്ന് മനസ്സിലായി. മഹാശക്തി വെളിപ്പെടുത്തിയെന്ന് പറയാം. ഇന്നും സഭകളിലും വിശ്വാസ ജീവിതങ്ങളിലും വിശ്വാസ കൂട്ടങ്ങളിലും ദൈവം മഹാശക്തി വെളിപ്പെടുത്തി പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ആരും പ്രശംസിച്ചിട്ട് കാര്യമില്ല. എന്നിൽ കൂടി ഇത്രയും വലിയ കാര്യം നടന്നല്ലോ എന്ന് ആരും പ്രശംസിക്കണ്ട. കാരണം നിന്നിൽ ഈ മഹാശക്തി വെളിപ്പെടുത്തിയതിന് ശേഷം അതൊരു വാർത്തയാക്കിയെടുത്ത്, അതൊരു ദൂതാക്കിയെടുത്ത്, ആ ദൂത് സാക്ഷ്യമായി വിളമ്പുന്ന ഇടങ്ങളിൽ ദൈവം കണ്ടിട്ടുള്ള ഹൃദയങ്ങളിൽ അത് എത്തിച്ച് അവരെ രക്ഷിപ്പാൻ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് ചിന്തിച്ചാൽ മതി. അവർ രക്ഷപ്പെടും. കാരണം ഈ സാക്ഷ്യത്തെ തടുത്തു നിർക്കാൻ ആർക്കും സാധിക്കില്ല. ഈ സാക്ഷ്യത്തെ ഇല്ലാതാക്കാൻ ശത്രുവിന് സാധിക്കില്ല. വിശ്വസിക്കാത്തവർ മരുഭൂമി പട്ടുപോയി നശിച്ചുപോയി. അനുഭവിച്ചവർ മരുഭൂമി പട്ടുപോയി നശിച്ചുപോയി. എന്നാൽ തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തി കർത്താവ് പറയുകയാണ്, എന്തിനാണ് ഈ ഫറവോനും കൂട്ടരും നശിക്കുന്ന രണ്ടും നശിക്കാനുള്ളതാണ്. ഏതൊക്കെയാ? ഫറവോനും അവൻ്റെ സൈന്യവും അവൻ്റെ രാജ്യവും നശിക്കും. അത് ദൈവം അറിയും. പിന്നെ ഈ തന്നോട് കൂടെയുള്ള ഇസ്രായേൽ ജനവും പ്രായപൂർത്തിയായതെല്ലാം നശിക്കും. അതിൽ ഒരെണ്ണം ഒഴികെ ബാക്കി ആരും രക്ഷപ്പെടില്ല. ഇത് കർത്താവ് അറിയുന്നു. ഈ നശിക്കുന്ന 2 കൂട്ടരും ഒരുമിച്ച് കൂടി അവർ തമ്മിൽ ഉള്ള ആ ബന്ധത്തിൽ, ആ മത്സരത്തിൽ, ആ യുദ്ധത്തിൽ ദൈവം തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ ആശയാണ് ദൂരത്തിരിക്കുന്ന തൻ്റെ ദാസി, ദൂരെയായിരിക്കുന്ന യെരിഹോ പട്ടണത്തിൽ ദുഷ്പ്രവൃത്തിയുമായി ജീവിക്കേണ്ടി വന്ന അവളുടെ ഹൃദയം ദൈവം അറിയുന്നു. അവളുടെ അടുക്കൽ ഈ വാർത്ത എത്തും. ഇവരാരും വിശ്വസിച്ചില്ലെങ്കിലും ഇവർക്ക് ഈ അത്ഭുതം ഗ്രഹിക്കാതെ പോയാലും ഈ വാർത്ത കേൾക്കുന്ന അവളുടെ ഹൃദയത്തിൽ അവൾ ഗ്രഹിക്കും. അവൾ ഗ്രഹിച്ച വാർത്തയാണ് നാം കേട്ടത്. മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ഇസ്രായേലേ, നിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം. അത് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തിയത്. മഹാശക്തി വെളിപ്പെട്ടവർക്ക് ആർക്കും പ്രയോജനപ്പെട്ടില്ല. അവരെല്ലാം മരുഭൂമിയിലും ചെങ്കടലിനുമായിട്ട് നശിച്ചുപോയി. എന്നാൽ ഈ വാർത്ത ചെന്ന യെരിഹോ കോട്ടയ്ക്കകത്ത് ജീവിക്കുന്ന രാഹാബും അവളുടെ കുടുംബവും നശിച്ചില്ല. ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഗ്രഹിക്കുന്നത് ശത്രു കീഴടക്കി വെച്ചിരിക്കുന്ന, ശത്രു ബന്ധിച്ചിട്ടിരിക്കുന്ന ദേശത്തിലെ അനേക ജീവിതങ്ങൾ ഇന്ന് ദൈവസഭയിൽ ഇരിക്കുമ്പോൾ തന്നെ
ഇതിനെക്കുറിച്ച് ചിന്തയോ, കർത്താവ് എന്താ ചെയ്തിരിക്കുന്നത്, എന്താണ് തൻ്റെ സഭയ്ക്ക് വേണ്ടി ചെയ്തതെന്ന് ഗ്രഹിക്കാൻ സാധിക്കാതെ വണ്ണം എത്ര എണ്ണം ഇതിനകത്ത് ഇരിപ്പുണ്ടെന്നറിയാം. എത്ര പേര്, ധാരാളം ഇരിപ്പുണ്ട്. എല്ലാം ശ്രേഷ്ഠമായ പദവിയിൽ ഇരിക്കുന്നത്. ഇതെന്ത് ചെയ്യുന്നു, ഇതെങ്ങനെ സാധിക്കുന്നു, ഇതൊന്നും ഗ്രഹിക്കാതെ ദൈവത്തിൻ്റെ സഭയിലായിരിക്കുമ്പോൾ, തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം മുമ്പോട്ട് പോകുമ്പോൾ, എന്നെ നന്നാക്കാൻ മാത്രം ആണ് കർത്താവ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചിന്തിക്കണ്ട. പിന്നെയോ, കർത്താവിൻ്റെ മഹാശക്തി സാക്ഷ്യമായിട്ട് ദേശത്ത് പരക്കാനും, ദേശത്ത് കർത്താവ് ഉദ്ദേശിക്കുന്ന ഹൃദയങ്ങളിൽ ചെല്ലാനും, അവർ ദൈവത്തിൻ്റെ സഭയിലേക്ക് മാനസാന്തരപ്പെട്ട് കർത്താവിനെ ശരണം പ്രാപിക്കാനും കർത്താവ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സഭയിൽ കൂടി സംഭവിക്കണം. അതാണ് സഭ. അങ്ങനെ ചെല്ലുന്നതിനെക്കുറിച്ചാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഇടയിൽ നിന്ന് മുഴങ്ങിച്ചെന്നത് ആഹായ പ്രദേശങ്ങളിൽ മാത്രമല്ല, എങ്ങനെ ചെന്നു? മുഴങ്ങിച്ചെന്നു. എന്താ മുഴക്കത്തിൻ്റെ പ്രത്യേകത? തെസ്സലോനിക്ക ലേഖനത്തിൽ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഇടയിൽ നിന്ന് മുഴങ്ങിച്ചെന്നു. മുഴക്കം എന്ന് പറയുന്നത് എന്താ? ദൈവം തൻ്റെ സിംഹാസനത്തിൽ നിന്ന് തൻ്റെ വചനം പുറപ്പെടുവിക്കുന്നത് ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷിലാണോ, മലയാളത്തിലാണോ, തമിഴിലാണോ, ഏതിൽ ഭാഷയത്തിലാണ്? ഹീബ്രുവിലാണോ? ഒരു ഭാഷയുമല്ല. അവൻ്റെ മുഴക്കത്തിൻ്റെ നാദം ഗ്രഹിക്കുന്നവനാൽ അത് മുഴക്കമാണ്, അത് നാദമാണ്, അതിനർത്ഥമുണ്ട്, അതിന് ലക്ഷ്യമുണ്ട്. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരെ, ആ വചനത്തിന് ശബ്ദമുണ്ട്, മുഴക്കമുണ്ട്, ആജ്ഞയുണ്ട്. ഇത് തിരിച്ചറിയണം. ഇതാണ് തൻ്റെ മഹാശക്തി. ആ വാക്കുകളിലാണ് മഹാശക്തി, ആ മുഴക്കത്തിലാണ് മഹാശക്തി. ആ മുഴക്കമാണ് മഹാശക്തിയെ ഉൾക്കൊള്ളുന്നത്. ആ മഹാശക്തിയാണ് ഇന്ന് ലോകം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ഈ ലോകം മുഴുവനും കർത്താവ് നിലനിർത്തിയിരിക്കുന്നത് തൻ്റെ മഹാശക്തിയാലാണ്. ആ മഹാശക്തി എവിടെ കുടികൊള്ളുന്നു? വചനത്തിൽ കുടികൊള്ളുന്നു. വചനം എവിടെ നിന്ന് കുടികൊള്ളുന്നു? ഈ മുഴക്കത്തിൽ കുടികൊള്ളുന്നു. ദൈവത്തിൻ്റെ സഭയിൽ ഈ വചനം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദൈവം തൻ്റെ പ്രവൃത്തി അവിടെ നിന്ന് വെളിപ്പെടുത്തുന്നു. മഹാശക്തി വെളിപ്പെടുത്തുമ്പോൾ അത് ദൈവസഭയാണെങ്കിൽ അനുസരിക്കാതിരിക്കട്ടെ, അവിടെ നിന്ന് പുറത്തേക്ക് മുഴക്കം വരികയാണ്. ആ സഭയിൽ നിന്ന് അടുത്ത ദേശത്തേക്ക് മുഴങ്ങുകയാണ്. അതാണ് സഭയിൽ നിന്ന് ദേശത്തെങ്ങും വചനം മുഴങ്ങുന്നു എന്ന് പറയുന്നത്. ഭവനങ്ങളിൽ നിന്ന്, വിശ്വാസികളുടെ ഭവനത്തിൽ നിന്ന് ദേശത്ത് മുഴങ്ങുന്നു. വചനമല്ലെന്ന് മാത്രം, മുഴക്കമുണ്ട്. കേട്ടാൽ ലജ്ജിക്കത്തക്ക രീതിയിലുള്ള വിഷയങ്ങളാണ് ദേശനിവാസികൾ കേൾക്കുന്നത്. എവിടുന്ന? സഭകളിൽ നിന്നും, വിശ്വാസികളിൽ നിന്നും, അവരുടെ ഭവനങ്ങളിൽ നിന്നും. ദൈവം ഉദ്ദേശിക്കുന്നത് അതല്ല. ഇസ്രായേൽ ജനത്തിൽ നിന്ന് മുഴങ്ങിയ ആ മുഴക്കം എരീഹോ കോട്ടയ്ക്കകത്തിരിക്കുന്ന രാഹാബിനെ ദൈവപക്ഷത്തേക്ക് കൊണ്ടുപോകും. ഇന്ന് ദൈവത്തിൻ്റെ സഭയിൽ മുഴങ്ങുന്ന മുഴക്കം നമ്മൾ വായിച്ചു കേട്ടു. ആ മുഴക്കം എവിടെ വരെ പോകും? ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം നിങ്ങളുടെ, അതായത് 1 തെസ്സലോനിക്ക 1:8 വായിക്കുമ്പോൾ, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും ആഖായിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിനുള്ള വിശ്വാസം പരിസ്ഥിതമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളൊന്നും പറയാൻ ആവശ്യമില്ല. മക്കദോന്യയിലും ആഖായിലും മാത്രമല്ല, ഈ മുഴക്കം ചെന്നത് മക്കായിലും ആഖായിലും മാത്രമല്ല. കാരണം ആ മുഴക്കത്തിൽ തടുത്തു നിൽക്കാൻ സാധിക്കില്ല. ശക്തിയുള്ളതാണ്, മഹാശക്തിയുള്ളതാണ്. ഈ മുഴക്കമാണ് സാക്ഷ്യത്തിൽ വേണ്ടത്. ഈ മുഴക്കമാണ് പ്രസംഗത്തിൽ വേണ്ടത്. ഈ മുഴക്കമാണ് പ്രാർത്ഥനയിൽ വേണ്ടത്. ഈ മുഴക്കമാണ് പാട്ടിൽ വേണ്ടത്. എരിഹോ കോട്ട തകരും. ഹൃദയങ്ങൾ വേർതിരിയും. തൻ്റെ ജനമധ്യത്തിലേക്ക്
തൻ്റെ ഹൃദയങ്ങളെ, താൻ മുൻകണ്ടിട്ടുള്ള ജീവിതങ്ങളെ തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് കർത്താവ് കൊണ്ടുവരും. ഇസ്രായേൽ ജനത്തോടുകൂടി അവകാശം പ്രാപിക്കും. തൻ്റെ ജനത്തിൻ്റെ രക്ഷ അവർ കാണും. ഇന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാ, ദൈവത്തിൻ്റെ മഹാശക്തി വെളിപ്പെടുത്തുവാൻ ദൈവസഭയെ കർത്താവ് നിർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവസഭയ്ക്ക് എതിരാളിയായവരെയും കർത്താവ് തന്നെ ബലപ്പെടുത്തി നിർത്തിയേക്കുക. നിൽക്ക് നീ. സഭയിൽ കർത്താവിൻ്റെ മഹാശക്തിയുള്ള കരം വെച്ചതിന് ശേഷം ശത്രുവിനെയും നിർത്തിയിരിക്കുക. ഇവർ തമ്മിലൊന്ന് നോക്കാൻ. കാരണം ഇതിൽ വെളിപ്പെട്ട് വരണം. എന്ത് വെളിപ്പെട്ട് വരണം? ദൈവത്തിൻ്റെ മഹാശക്തി ഏതെന്ന് വെളിപ്പെട്ട് വരാൻ വേണ്ടി. ആ വെളിപ്പാടിൻ്റെ മുഴക്കം അങ്ങനെ വെളിപ്പെട്ട് വരുമ്പോൾ, കർത്താവിൻ്റെ മഹാശക്തി വെളിപ്പെട്ട് വരുന്ന ആ മുഴക്കം ഒരു ദേശത്ത് മാത്രമല്ല, രണ്ട് ദേശത്ത് മാത്രമല്ല, എവിടം വരെ? രാഹാബ് ഇരിക്കുന്ന സ്ഥലം വരെ. ദൈവത്തിൻ്റെ ജനം, ദൈവം മുൻകണ്ടിട്ടുള്ള ജനം എവിടെയെല്ലാം ഉണ്ടോ അവിടെ ഒക്കെയും ചെന്നെത്തക്കവണ്ണം ഇത് മുഴങ്ങും. ഇന്ന് നമ്മുടെ സഭയിൽ നിന്നും ദേശത്തേക്ക് മുഴക്കം വരട്ടെ. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ ഒരു പരാതി പറഞ്ഞു. നാട്ടുകാർ മുഴുവൻ കേട്ട്. ആ സഹോദരി ഇവിടെ നിന്ന് ഈ പുറത്തിറങ്ങി നിന്ന് ശരിയല്ലാത്ത വാക്കുകൾ വിളിച്ചു പറയുന്നത് ഈ ദേശം മുഴുവൻ കേട്ടു. അതെ, അത് മുഴങ്ങും. കർത്താവിനറിയാം. അത് മുഴങ്ങട്ടെ, അത് മുഴങ്ങിക്കോട്ടെ. ആരെങ്കിലും ഇതിലേക്ക് ശ്രദ്ധ വയ്ക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ശ്രദ്ധിക്കാതിരിക്കാൻ ശത്രുവും മുഴക്കം കൊണ്ടുവരും. സാരമില്ല. ഒരു കാര്യത്തിൽ നാം ഉറച്ചു വിശ്വസിക്കുക. തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തുവാൻ ഇന്ന് തൻ്റെ സഭയെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തുവാൻ തൻ്റെ സഭയെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, അത് വെളിപ്പെടുത്തണമെങ്കിൽ ഒരു മല്ലൻ ഒരാളായാൽ ശക്തി വെളിപ്പെടുത്തില്ല. എതിര് വരണം. ഇതാ ഫറവോനെ ബലപ്പെടുത്തിയിരിക്കുന്നു. രണ്ടുപേരും തമ്മിൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താനാണ്. ഗോലിയാത്ത് നിന്ന് വെല്ലുവിളിച്ച് എത്ര ദിവസം? 39 ദിവസം വെല്ലുവിളിച്ചു. 39 ദിവസം. ഒരു മല്ലൻ മാത്രമേ ഉള്ളൂ, ഒരാളും ഇല്ല. അവൻ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ഓടും, ഇസ്രായേൽ മക്കൾ ഓടും. ശൗൽ ആ ഭാഗത്തേക്ക് നോക്കുന്നു പോലുമില്ല. ശൗൽ ആ ഭാഗത്തേക്ക് വരുന്നുമില്ല. കെൽപ്പില്ല, ആരുമില്ല. ഇസ്രായേലിൽ ആരുമില്ല ഇവൻ്റെ സംസാരത്തിനെതിരെ നിൽക്കാൻ, ഇവൻ്റെ ആക്രമണത്തിനും ആരോഗ്യത്തിനും ഇവൻ്റെ സാമർഥ്യത്തിനും എതിരെ നിൽക്കാൻ ആരുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരുത്തൻ വരുന്നത്. മഹാശക്തി കൈവശമുള്ളവൻ വരുന്നു. അവൻ പറയുന്നത് വേറൊന്നുമല്ല, നീ വാളും കുന്തവുമായിട്ട് വരുന്നു, നിനക്കതേ ഉള്ളൂ. പക്ഷേ മഹാശക്തിയുള്ളവൻ, അവൻ്റെ ആയുധം വാളും കുന്തവും അല്ല. മഹാശക്തി കൈവശമുള്ളവൻ്റെ ആയുധം വാളും കുന്തവും വേലുമല്ല. നീ നിന്നിച്ചിരിക്കുന്ന ഇസ്രായേൽ നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ഒരു കവണയാലും ഒരു കല്ലിനാലും മഹാശക്തി വെളിപ്പെട്ടു, ശക്തിമാൻ വീണു. മഹാശക്തി വെളിപ്പെട്ടു, ശക്തിമാൻ വീണു. സംഭവിച്ചിട്ട് ഏകദേശം 3000 ചില്ലാൻ വർഷമായി. എന്നും മഹാശക്തിയോടെ ആ വാർത്ത ലോകമെങ്ങും പരക്കുന്നു. തടുത്തു നിൽക്കാൻ സാത്താൻ സാധിക്കുന്നില്ല. കാരണം നിർമ്മിത കഥയല്ല അത്. പത്രോസ് പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥയല്ല അത്. പിന്നെയോ ദൈവത്തിൻ്റെ മഹാശക്തി വെളിപ്പെട്ട ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത സംഭവമായിരുന്നു. അതിനെ ആധാരമാക്കിയിട്ടാണ് ഇന്നും ദാവീദും ഗോലിയാത്തും പറഞ്ഞ് പഠിക്കുന്നത്. ഇന്നും ദൈവസഭ അതിൽ വളരുന്നത്, ഇന്നും സുവിശേഷം അറിയിക്കുമ്പോൾ അത് ഉൾപ്പെടുത്തുന്നത്. ലോകം തിരിയാൻ അത് മതി. തൻ്റെ വചനം പറയുന്നത്, നമ്മുടെ പിതാക്കന്മാർ അവൻ്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെ മത്സരിച്ചു. എന്നിട്ടും ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ടായിരുന്നു, ഇവർ എനിക്കുള്ളവരല്ലെങ്കിൽ, ഇവർ നാശത്തിനുള്ളവരാണെങ്കിൽ തന്നെയും നാശത്തിനല്ലാത്ത ഞാൻ മുൻകണ്ടിട്ടുള്ള
ഒരു കൂട്ടം ജനം അവിടെ ഇവിടെ ഉണ്ട്. അവരുടെ അടുക്കൽ എൻ്റെ മഹാശക്തിയുടെ സാക്ഷ്യം എത്തുവാൻ ഇന്ന് ഇവർ നിൽക്കണം. നിർത്തി, ഫറവോനെയും നിർത്തി. മഹാശക്തി വെളിപ്പെട്ടു. ചെങ്കടൽ വിഭാഗിച്ചു. വാർത്ത കനാൻ ദേശത്തെത്തി. എരിഹോ കോട്ടയ്ക്കുള്ളിലേക്കും ഈ വാർത്ത പരന്നു. ബന്ധനമില്ലാത്ത വചനം രാഹാബിൻ്റെ അടുക്കലും എത്തി. രാഹാബിൽ ആ വാർത്ത വിശ്വാസമായി പരിണമിച്ചു. ആ വാർത്ത നിമിത്തം രാഹാബ് ഉരുകി. ഒരു കാര്യത്തിൽ അവൾ തീരുമാനത്തിലെത്തി. മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെയാണ് ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം തന്നെയാണ് ദൈവം. അവൻ്റെ പക്കലാണ് മഹാശക്തിയുള്ളതെന്ന് മനസ്സിലാക്കി അവൾ വിശ്വസിച്ച് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെ തികച്ച് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി. ഇതാ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് വന്നു. വേശ്യയായിരുന്നവൾ കന്യകമാർക്ക് ലഭിക്കേണ്ടുന്ന സ്ഥാനം കൈവശമാക്കി മശിഹായുടെ തലമുറയെ അവൾ പ്രസവിച്ചു. അവളുടെ ജീവിതം ധന്യം. എന്തുകൊണ്ട് കർത്താവ് ആ ചെങ്കടൽ കരയിൽ വെച്ച് ഈ നശിക്കുന്ന ജാതിയുടെ മേൽ ഇത്ര ഭയങ്കരമായ ശക്തി വെളിപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് ഇത് നിമിത്തം കാണുന്ന രക്ഷയുടെ വെളിച്ചം പുറപ്പെട്ടു വരുന്ന ഹൃദയങ്ങളെ ദൈവം കാണുന്നുണ്ട്. ഇന്നും തോക്കുംപിടി സഭയിൽ, ചെലാന സഭയിൽ, നമ്മുടെ സഭകളിലൊക്കെയും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുമ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടി എന്ന് ചിന്തിക്കേണ്ട. ഇതൊക്കെയും ഈ മഹാശക്തിയൊക്കെയും വാർത്തയായി, കേൾവിയായി പരക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ വലിയൊരു കൂട്ടം ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ എരിഹോ കോട്ട തകർക്കുന്ന ദിവസം വരുന്നു. അന്ന് ദേശത്തെ നടുക്കി ഭിന്നിപ്പിക്കുന്ന ദൈവം ദേശത്തു നിന്ന് തനിക്കുള്ളവരെ വേർതിരിച്ച് കൊണ്ടുവന്ന് സഭാമധ്യേ തൻ്റെ ജനത്തിൻ്റെ മധ്യേ അവകാശം പ്രാപിപ്പാൻ ഇടവരുത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഭയത്തോടും വിറയലോടും കൂടിയായിരുന്ന് ദൈവത്തിൻ്റെ മഹാശക്തിയെ അനുഭവിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മിൽ നിന്ന്, നമ്മുടെ സഭയിൽ നിന്ന് ആ മുഴക്കമുണ്ടാകട്ടെ. ആ മുഴക്കം ദേശമെങ്ങും മുഴങ്ങട്ടെ. പ്രാർത്ഥിക്കാം, മുട്ടുമുടക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ഈ സമയം വരെ നടത്തിയ ദൈവം, ഇന്ന് ഞങ്ങൾ കർത്താവെ തോപ്പുടി സഭയ്ക്ക് വേണ്ടി, കർത്താവെ ചെല്ലാൻ സഭയ്ക്ക് വേണ്ടി, പൊതുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ ഇടയായിത്തോ. ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചതും പ്രകാരം ഞങ്ങളുടെ സഭയിൽ നിന്ന് കർത്താവെ ദൈവമേ, ദൈവത്തിൻ്റെ വചനം മുഴങ്ങിടുന്ന സമയം വന്നു. കർത്താവെ, ആ മുഴക്കം പുറപ്പെട്ടു വരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ മഹാശക്തി സഭയിൽ വെളിപ്പെടുത്തണം. കർത്താവെ, ഇനിയും ഞങ്ങൾ അടങ്ങിയിരിക്കാനല്ല, ദൈവത്തിൻ്റെ മഹാശക്തിയാൽ കർത്താവെ, ദൈവത്തിൻ്റെ സഭ ഈ നാളുകളിൽ ദൈവമേ ആത്മീയവും ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട് കർത്താവെ, കർത്താവിൻ്റെ മഹിമാകണ്ഠ സാക്ഷികളായി ദൈവമേ, കർത്താവെ, യേശുവിൻ നിർമ്മിത കഥകളല്ല, കർത്താവിൻ്റെ മഹിമകണ്ഠ സാക്ഷികളായി തന്നെ കർത്താവെ, യേശുവെ, കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ പ്രത്യക്ഷതയും ലോകമെങ്ങും ദേശമെങ്ങും ഘോഷിപ്പാൻ, ദേശമെങ്ങും മുഴങ്ങുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ സഭയെ കർത്താവ് ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം, ഒരുക്കുമാറാകണം. കരങ്ങളിൽ താഴ്ന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.